ആഗസ്റ്റ് 15ക്ക് സ്കൂളിൽ നിന്ന് കഴിച്ച പരിപ്പ് പായസത്തിനെ കുറിച്ച് വീട്ടിൽ വന്ന് പറയാൻ തുടങ്ങിയപ്പോഴേ വല്യമ്മ ഉണ്ടാക്കാൻ തുടങ്ങി. 1 കപ്പ് പരിപ്പ് നന്നായിട്ട് വറുത്ത് കഴുകി മാറ്റി വെക്കണം. അതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ശർക്കരപ്പാനിയും കൂടി റെഡിയാക്കണം. പിന്നെ ചെറിയ ജീരകം, ചുക്ക്, ഏലക്ക ഇതെല്ലാം കൂടി കുത്തി ചതക്കി വെക്കണം കേട്ടോ. പിന്നെ വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ശർക്കരപ്പാനിയും കൂടി അരിച്ചൊഴിച്ച് നമ്മൾ പൊടിച്ചു വെച്ച മിക്സും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് തേങ്ങാപ്പാലും കൂടി റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ ഓഫാക്കിയിട്ട് ഒഴിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. അത് ഓഫാക്കി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ ഓഫ് ചെയ്യുക കേട്ടോ. വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തെടുത്ത് നല്ല മുന്തിരിയെല്ലാം ബബിൾസ് പോലെ വീർത്ത് വരണ വരക്കും നമ്മൾ വറുത്തെടുത്തതിന് ശേഷം ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചതിന് ശേഷം കുറച്ച് തേങ്ങാക്കൊത്തെടുത്ത് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതും കൂടി പായസത്തേക്ക് ഒഴിച്ചാൽ പായസം റെഡി.